ഒരൊറ്റ ഹാള് പോലത്തെ ഒരു വീട്. അതിനകത്തൊരു സോഫയുണ്ട്, കസേരകളുണ്ട്, ടി വി, LED TV, മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് ഇതുകൊണ്ടോ, ആ ഹാളിൻ്റെ നടുഭാഗത്ത് ഒരു നെരിപ്പോടുണ്ട്. അത് സ്ഥിരമായിട്ട് ഇവരിങ്ങനെ കത്തിക്കുന്നത്. ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്, മൂന്നാറിൻ്റെ ഇരട്ടി തണുപ്പുള്ളതാണ്. അതിനകത്ത് നോക്കൂ, 5 പട്ടി ഞാൻ കയറി വരുന്നതിനകത്തുണ്ട്. ഇപ്പോൾ 2 പേര് എൻ്റെ മുമ്പിലുണ്ട്. നോക്കൂ, അവിടെ ഇരുന്ന് ആ വീട്ടിലൊരാൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് അടുത്ത പട്ടി അദ്ദേഹം കയറി വന്നിട്ടുണ്ട്. കസേരയുടെ മുകളിൽ വെക്കുന്ന ഈ സാധനങ്ങളൊന്നും തൊടത്തില്ല പട്ടി, താഴെ ഇരിക്കുന്നതിലേ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കുള്ള സാധനം അവർ ഇവിടെ കൊണ്ടുവച്ച ഭക്ഷണമാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ആ വീടിങ്ങനെ നിങ്ങളെ കാണിക്കാം. അടുത്ത ആളും കൂടെ വന്നിട്ടുണ്ട്, അവനും ഈ തീയുടെ അടുത്ത് വന്നു. ഇവരുടെ കിച്ചൺ നമുക്കൊന്ന് കാണാം. കണ്ടോളൂ, ഇതാണ് ഇവരുടെ കിച്ചൺ. അദ്ദേഹത്തിൻ്റെ സഹോദരി, അവൻ്റെ മോൾ ഒക്കെയാണ്. നോക്കൂ, ഇതൊക്കെ അവരുടെ ഭക്ഷണ സാധനങ്ങൾ. നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, മുട്ട മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചിക്കൻ, നോൺ വെജാണ് മെയിൻ, നോൺ വെജ് ഭക്ഷണങ്ങളാണ് എല്ലാം ഉള്ളത്. ഇതാണ് കിച്ചൺ, ഇതാണ് അവരുടെ വീട്. എന്തായാലും വളരെ സ്നേഹമുള്ള മനുഷ്യരാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കാണിക്കാം. യെസ് ഇപ്പോൾ ഈ കണ്ടോ, ഈ മുളംകുഴലിനകത്ത് ചിക്കൻ എത്തി അരിഞ്ഞിട്ട് അതിട്ട് ഈ അടുപ്പിൽ ചുട്ടെടുത്ത സാധനമാണ് ഈ കാണുന്ന ഈ കുഴലെല്ലാം. അപ്പോൾ അതിൽ നിന്നെടുത്ത ഒരു സാധനം ഇതുകൊണ്ടോ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ചിക്കൻ ഈ മുളംകുഴലിൽ വേവിച്ചത്. പിന്നെ ഇതാ ഈ സാധനം ഇതുകൊണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ലോക്കൽ ചാരായമാണ്, റൈസ് വൈൻ എന്ന് പറയും അത്. പിന്നെ മുട്ട പുഴുങ്ങിയത്, പിക്കിള്, ഇതെല്ലാം ഞാൻ ചോദിക്കാതെ തന്നെ എനിക്കിവരെ കൊണ്ടുതന്നിട്ടുണ്ട്. ഇത് കൂടാതെ റൈസ് ഇവിടെ എടുക്കുന്നുണ്ട് ഉണ്ടോ. ഇങ്ങനെ ഈ ഭക്ഷണം എല്ലാം നിന്ന് ഭയങ്കര ആതിഥ്യ മര്യാദയുള്ള, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. എന്തായാലും ഈ അപ്പത്താനി വില്ലേജ് വന്നത് വളരെ ഭാഗ്യമായിട്ട് തന്നെ കാണുകയാണ്. ഈ യാത്രയിൽ കഴിഞ്ഞ 2-3 ദിവസം ഇടയ്ക്ക് നമ്മൾ മുടങ്ങിപ്പോയെങ്കിലും ഇപ്പം ഇങ്ങനൊരു അനുഭവം ഉണ്ടായത് വളരെ ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും ഇവരുടെ എല്ലാ ആതിഥ്യവും സ്വീകരിച്ച് ഈ ഭക്ഷണം എല്ലാം ഞാൻ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ റൈസ് വൈൻ ആദ്യം കഴിക്കാൻ പോവാണ്. നമ്മുടെ വാറ്റിയാരായം പോലെ തന്നെ തോന്നുന്നുണ്ട്. എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല, എത്ര പിടിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും കഴിക്കുവാണ്. യെസ്, ചോറ് വേണമെന്ന് എന്നോട് ഒന്ന് പുള്ളിക്കാരി ചോദിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് റൈസ് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതുകൂടെ ഞാൻ കഴിക്കും. ഇവിടെ